നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമ ബംഗാൾ. കേരളത്തിലും SIR നടന്നിരുന്നു. ഈ SIRനെതിരെ ചില പ്രതിഷേധങ്ങളൊക്കെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നെങ്കിലും അവർക്ക് അതിൽ വലിയ കാര്യമുണ്ടെന്ന് പിന്നീട് തോന്നാത്തത് കൊണ്ട് വലിയ ശബ്ദമൊന്നും പിന്നീട് ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ പശ്ചിമ ബംഗാളിലാകട്ടെ മുഖ്യമന്ത്രി മമതാ ബാനർജി പരമാവധി SIR പ്രവർത്തനം അട്ടിമറിക്കാനാണ് അവർ ശ്രമിച്ചത്. പരമാവധി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കാരണം അവിടെ വിദേശി നുഴഞ്ഞുകയറ്റക്കാരായ ആളുകളൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കുകയായിരുന്നു മമതാ ബാനർജിയുടെ ലക്ഷ്യം. കാരണം മമതാ ബാനർജിയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ഈ വിദേശി നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇപ്പം ഈ ഒരു പ്രക്രിയ വളരെ പുരോഗമിക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അവർ സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച നിരവധി കേസുകൾ SIR സംബന്ധിച്ച നിരവധി കേസുകൾ നടക്കുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതേപോലെ തന്നെ പശ്ചിമ ബംഗാൾ ഗവൺമെന്റും തങ്ങളുടെ വാദങ്ങളൊക്കെ തന്നെ അവതരിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം 2002 വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്തിട്ടാണ് SIR നടത്തുന്നത്. ഇപ്പൊ ഏതാണ്ട് പശ്ചിമ ബംഗാളിലെ വോട്ടർമാരിൽ 1.25 കോടിയോളം പേരുടെ വോട്ടർ പട്ടികയിലെ അംഗത്വം അതിനെക്കുറിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കാരണം ഇവർ തന്നിരിക്കുന്ന വിവരങ്ങളിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ആ 1.25 കോടി വോട്ടർമാരുടെയും പേരുകൾ അതാത് സ്ഥലത്ത് പ്രസിദ്ധീകരിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ ഈ ആളുകളെ അടിയന്തിരമായിട്ട് അവരുടെ പരാതികൾ കേൾക്കാനും അവരിൽ നിന്ന് രേഖകൾ അവരുടെ വിവരങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അത് സാധൂകരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഹാജരാക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 4,59,054 പേരാണ് 5ലധികം കുട്ടികളുള്ളവരായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധമുള്ളതാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നത്, ഇതൊക്കെ കൃത്രിമ വോട്ടർമാരാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നത്. 2,06,056 കേസുകളിൽ 6 കുട്ടികൾ ഉണ്ട്. 6ലധികം കുട്ടികളുടെ കേസുകളാണ് 2,06,056. 8,628 കേസുകളാണ് 10 കുട്ടികളുള്ളത്. 50 കേസുകൾക്ക് 20 കുട്ടികളുണ്ട്. 14 കേസിൽ 30 കുട്ടികളുണ്ട്. 40 കുട്ടികളിൽ അധികമുള്ള ആളുകളുടെ 10 പേരാണ്. 50 കുട്ടികളിൽ അധികം ആളുകൾ 10 പേരാണ്. അപ്പൊ ഇവിടെയൊക്കെ തന്നെ നമുക്ക് പൊരുത്തക്കേടുകൾ കാണാൻ കഴിയും. ഇപ്പൊ സാധാരണഗതിയിൽ ആളുകൾക്ക് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും 3-4 മക്കൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 10 മക്കളും ഒക്കെയുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു സിംഗിൾ വോട്ടറുടെ ആ വോട്ടറുമായിട്ട് ബന്ധപ്പെട്ട് 389 കുട്ടികളെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് കാണാൻ നമുക്ക് കഴിയും. അപ്പം ഇതും ഇതിനകത്തുള്ള ഒരു പൊരുത്തക്കേടാണ്. ഇപ്പം ഈസി പറയുന്നത് ഇങ്ങനെയുള്ള നിരവധി കേസുകളുണ്ട്. ഇത് ശാസ്ത്രീയമായ പരിശോധന നടത്തിയിട്ട് മാത്രമേ ഇവരെ നമുക്ക് വോട്ടർ പട്ടികയിൽ അംഗത്വം കൊടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇതിനെതിരായിട്ടാണ് തൃണമൂൽ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളൊക്കെ തന്നെ ബഹളം വെക്കുന്നത്. അപ്പം ഇതിനകത്ത് ഇത്തരത്തിലുള്ള പൊരുത്തക്കേടുകൾക്ക് പിറകിൽ ഇങ്ങനെയുള്ള പാർട്ടികളാണെന്ന് നമുക്ക് സംശയിക്കേണ്ട സ്ഥിതിയാണുള്ളത്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ളൊരു വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കില്ല, തെറ്റായ രീതിയിൽ കടന്നുകൂടിയിരിക്കുന്ന ആളുകളെ ഒഴിവാക്കുന്നതിനെ അവർ എതിർക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്നത്, അതിനു മുമ്പ് CPM അധികാരത്തിലിരുന്നതും വ്യാജ വോട്ടർമാരെ കൊണ്ടാണ് എന്നാണ്. അതിൽ അവിടെ ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളെ വോട്ടർ പട്ടികയിലുണ്ട്. അതേപോലെ തന്നെ മറ്റ് രാജ്യത്തിലുള്ള വിദേശത്തെ പൗരത്വമുള്ള ആളുകൾ, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ വിദേശത്ത് പൗരത്വമുള്ള ഒരാളായിരുന്നു എന്നുള്ളത് നമ്മളിവിടെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ വിദേശികളായിട്ടുള്ള ആളുകൾ, നുഴഞ്ഞുകയറ്റക്കാരായ ആളുകൾ, തെറ്റായ രേഖകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കയറിയ ആളുകൾ, അതുപോലെ തന്നെ തെറ്റായ രേഖകൾ നൽകിയും പണം കൊടുത്തും ആധാർ കാർഡുകൾ സംഘടിപ്പിച്ച ആളുകളൊക്കെ തന്നെയാണ് പശ്ചിമ ബംഗാളിലുള്ളത്. ഏതാണ്ട് 1.25 കോടി ആളുകൾ, ഈ ആളുകളിൽ തന്നെ നല്ലൊരു ശതമാനമെങ്കിലും ചിലതൊക്കെ തെറ്റുപറ്റിയതാകാം, പക്ഷെ 1.25 കോടിയിൽ നല്ലൊരു ശതമാനമെങ്കിലും വ്യാജ വോട്ടർമാരാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ തന്നെ അത് പശ്ചിമ ബംഗാളിലെ അടുത്ത തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമെന്ന് ഉറപ്പാണ്. കാരണം മമതാ ബാനർജി ആണ് ഏറ്റവും അധികം ഇത്തരത്തിലുള്ള ആളുകളെ ഒഴിവാക്കുന്നതിനെ എതിർക്കുന്നത്. അതിന്റെ അർത്ഥം അവരുടെ ആളുകളാണ് ഇങ്ങനെ വ്യാജമായ വോട്ടർ പട്ടികയിൽ കയറിയിരിക്കുന്നത് എന്നുള്ളതാണ്
അതുകൊണ്ട് തന്നെ ഈ ആളുകളൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ ഒഴിവാകുന്ന സമയത്ത് അത് മമതാ ബാനർജിക്ക് അധികാരത്തിൽ നിന്ന് തുടരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി പുറത്തു പോകും എന്നുള്ളതിന്റെ സൂചനയാണ് ഈ വ്യാജ വോട്ടർമാരുടെ എണ്ണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്.